ഇനി ഞാൻ ചോദിക്കുന്ന ആ ആംബുലൻസിനെതിരെ പ്രതിഷേധം വേണ്ടേ? എന്താ ആംബുലൻസിൻ്റെ അവസ്ഥ? എന്താ നിങ്ങൾ പറയാത്തത്? അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ആ ആംബുലൻസിൻ്റെ അവസ്ഥ എന്താ? ഈ വിദുര എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഹൈ റേഞ്ചിന് സമാനമായൊരു പ്രദേശമാണ്. കാടും മലകളും ഒക്കെയുള്ളൊരു പ്രദേശമാണ് ഈ പ്രദേശം. അപ്പോൾ അവിടെ പോകുന്ന ആംബുലൻസിൻ്റെ 4 ടയറും മുട്ടയാണ് അല്ലേ? അത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ആ ആംബുലൻസ് കണ്ടല്ലോ, അങ്ങ് വിഷ്വലി കണ്ടല്ലോ. ആ ആംബുലൻസിൻ്റെ അവസ്ഥ മോശമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ആംബുലൻസിൽ അതിവേഗത്തിൽ ആ ദുർഘട പാതയിലൂടെ പോകുമ്പോൾ, കേരളത്തിലെ നിരത്തുകളുടെ അവസ്ഥ ഇപ്പോൾ അറിയാലോ, ആ ദുർഘട പാതയിലൂടെ പോകുമ്പോൾ ആ ആംബുലൻസ് മറിഞ്ഞൊരു അപകടം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ സമരം ചെയ്തത്? ആ സമരം വേണ്ടേ? സർക്കാർ ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സമരങ്ങൾ പാടില്ലേ? നിങ്ങൾ പറ. കോഴിക്കോട്ട് ചികിത്സാ പിഴവ് കാരണം എത്ര പേര് ഇപ്പം മരിച്ചു? എത്ര പേര് മരിച്ചു? നിങ്ങളല്ലേ, നിങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളല്ലേ? അപ്പോൾ അതിന് സമരങ്ങൾ വേണ്ടേ? നിങ്ങൾ പറ. അപ്പോൾ സമരങ്ങളെ കൊല്ലാൻ ഒരു മരണത്തെ കാരണമാക്കുന്ന ക്രൂരഹൃദയർ. നമ്മൾ ഏതൊരു സിനിമയിൽ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ സീൻ നമ്മൾ സലീം കുമാറോ മറ്റോ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനുണ്ട്, ക്രൂര മനസ്സുമായി, ആളുകൾ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സുമായിരിക്കുന്ന ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഒരു ക്യാരക്ടർ സലീം കുമാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ക്രൂരമായ മനസ്സാണ്. അവസാനം ആ സലീം കുമാറിൻ്റെ മകൻ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു പ്രയാസമുണ്ട്. ഒരു മരണം ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ മരണപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ സർക്കാരോട് ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. ആരാൻ്റെ ജീവൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പെടയില്ല. നിങ്ങളുടെയൊക്കെ ജീവനും നിങ്ങളുടെയൊക്കെ ശരീരത്തിലൊരു കൊതുക് കുത്തിയാൽ ആ തെണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന വ്യവസ്ഥയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്കിതൊന്നും പേടിക്കണ്ട. കൊതുക് കുത്തിയാൽ തെണുപ്പ് മാറാൻ അമേരിക്കയിൽ പോകും. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവസ്ഥ ഇതല്ല. എന്നിട്ട് കേരള നമ്പർ 1 ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരള നമ്പർ 1 ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ നമ്പർ 1 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തന്നെ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പൊന്നു സഹോദര അസുഖം വരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ. എൻ്റെ സഹോദരൻ ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പം ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആശംസ കൊടുത്ത ആളാണ് ഞാനൊന്ന് പറയട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ജീവന്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന്, ഈ നാടിൻ്റെ മുഴുവൻ സമ്പത്തെടുത്ത് ചെലവഴിച്ചാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പൊസിഷൻ. പക്ഷേ ആ ആക്സസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനില്ല. എനിക്കും ആക്സസ് കിട്ടും. എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണം കിട്ടും. അതൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പ്രിവിലേജാണ്. ആ പ്രിവിലേജ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാർ, നമുക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ, അങ്ങേക്കാ പ്രിവിലേജ് ഉണ്ടോ? അങ്ങേ നാട്ടിലൊരു വോട്ടറല്ലേ? എൻ്റെ സഹോദര അമേരിക്കയിൽ ചികിത്സ കൊടുക്കണം എന്നല്ലോ പറയുന്നത്. ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം മെച്ചപ്പെടുത്തണമെന്ന് പറയുന്നത്. എല്ലാവരും അമേരിക്കയിലേക്ക് വണ്ടി കയറ്റി വിടാനുള്ള വിസ ഏജൻസിയാണോ കേരള ഗവൺമെൻറ്? അങ്ങനെയാണോ പറയുന്നതിൻ്റെ അർത്ഥം? എംബസി ആണോ കേരള ഗവൺമെൻറ്? അങ്ങനെയല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ചികിത്സാ വ്യവസ്ഥിതികൾ, നിങ്ങളൊരു രോഗം വന്ന് താലൂക്ക് ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സിച്ച് ഭേദപ്പെടുന്നില്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ ചികിത്സിച്ച് ഭേദപ്പെടുന്നില്ല. ആ സാഹചര്യം മാറണം. നമ്പർ 1 കേരളമാണ് എന്ന് പറഞ്ഞാൽ പോരാ, ജനങ്ങൾക്ക് അനുഭവപ്പെടണം. ആശുപത്രിയിൽ പോകുന്നതിന് അനുഭവപ്പെടണം. ഉറപ്പായിട്ടും നാളെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ പറയുന്ന ശുഭപ്രതീക്ഷ ഈ നാട്ടിലുള്ളത് നല്ലതാ. കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ പറയുകയാണല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. നിങ്ങൾ കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ പേര് പറ. നിങ്ങൾ പൂട്ടിയ 4 മെഡിക്കൽ കോളേജിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. LDF ഗവൺമെൻറ് കേരളത്തിൽ, LDF ഗവൺമെൻറ് CPMൻ്റെ ആദ്യ ഗവൺമെൻറ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ തൊട്ട് പിണറായി വിജയൻ്റെ സർക്കാർ വരെ കൊണ്ടുവന്ന ഒറ്റ മെഡിക്കൽ കോളേജിൻ്റെ പേര് പറ. നിങ്ങൾ പൂട്ടിയ നാളത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ, തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന മെഡിക്കൽ കോളേജുകൾ, ഇതടക്കമുള്ള ആരോഗ്യ മേഖലയ്ക്ക് അനുഭവസാക്ഷ്യമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. തൊട്ടു മുമ്പുള്ള സർക്കാർ ഞങ്ങളുടെ ഏതാ? ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാരല്ലേ? എന്തായിരുന്നു ആ സർക്കാരിൻ്റെ പദ്ധതി? എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ്. നിങ്ങൾ എന്താ ചെയ്ത് തന്നിട്ട് ആ മെഡിക്കൽ കോളേജുകളോട് എന്താ ചെയ്തത്? ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? എൻ്റെ പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന് വേറൊരു നവോത്ഥാന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി മെഡിക്കൽ കോളേജ് അയ്യങ്കാളിയുടെ മണ്ണിൽ 10 BA-ക്കാരെ ആഗ്രഹിച്ച് അയ്യങ്കാളിയുടെ മണ്ണിൽ 100 കണക്കിന് MBBS-കാരെ വർഷാവർഷം കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. എന്താ അവസ്ഥ? എൻ്റെ സബ്മിഷൻ ഉണ്ട് കേരള നിയമസഭയിൽ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജിനെ പറ്റി മാത്രം. നിങ്ങൾ പൂട്ടിയ 4 മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ 1 ആരോഗ്യ കേരളമാണെന്ന് വെറുതെ പോസ്റ്റർ അടിച്ചാൽ പോരാ. ആശുപത്രിയുടെ വാതിക്ക് വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, നമ്പർ 1 ആരോഗ്യ കേരളം. ആ ആശുപത്രി കയറുന്ന മനുഷ്യന്മാർക്ക് മൃതശരീരമായിട്ട് പുറത്തോട്ട് വരാതിരിക്കാനുള്ള സാഹചര്യം കൂടി ചെയ്യാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. കേസ് അങ്ങാണ്ട് പുത്തിലുള്ള കേസ് അങ്ങാണ്ട് ഞങ്ങൾക്ക് പുതിയ കാര്യമാണ്. ഈ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് നോക്കിയിരുന്നോ?
അല്ല ഞാൻ ചോദിക്കുന്നത് ആ ഇൻഷുറൻസ് എടുത്തതിൻ്റെ ഡേറ്റ് നോക്കിയിരുന്നോ? അങ്ങൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. 1. 2, ഇനി ആരോഗ്യമന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ആ ടയറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ആരോഗ്യമന്ത്രി തള്ളിയിട്ടല്ലല്ലോ ഈ ആംബുലൻസ് ഓടേണ്ടത്, ടയർമേലല്ല ഇത് ഓടേണ്ടത്. ആരോഗ്യമന്ത്രിയുടെ തള്ളിൽ ഇത് ഓടില്ല, ടയർമേലാണ് ഓടുന്നത്. ആ ടയറിൽ ആ വാഹനം ഓടിയാൽ അപകടമാണ്. ആ സമരം ഞങ്ങൾ തുടരും, അത് പരിഹരിക്കപ്പെടണം. അങ്ങനെ ഒരു മരണത്തെ വെച്ചിട്ട് വിലപേശാൻ നിന്നാലൊന്നും ഞങ്ങളുടെ സമരം മാറില്ല. ആ കഴുകൻ കണ്ടൊക്കെ അവർ മാറ്റി വെച്ചിരുന്നാൽ മതി, ഞങ്ങളുടെ സമരം തുടരും. അവിടുത്തെ ആംബുലൻസ് മെച്ചപ്പെടണം, അതിനകത്തൊരു തർക്കമില്ല. ആ ആംബുലൻസ് പറഞ്ഞിട്ട് രോഗിക്ക് നാളെ അപകടം ഉണ്ടാകരുത്.